വയനാട് ദുരന്തബാധിതർക്ക് കേന്ദ്ര സഹായം അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെറുതോണി ടവറിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. 500ഓളം കുടുംബങ്ങളെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കിക്കൊണ്ട് ഒരു നാടിനെ തന്നെ ഉന്മൂലനം ചെയ്ത വയനാട് പ്രകൃതി ദുരന്തത്തിൽ യാതൊരുവിധ ആനുകൂല്യങ്ങളും അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നിലപാടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധാരണയും സംഘടിപ്പിച്ചത്. ചെറുതോണി ടൗണിൽ നടന്ന പരിപാടികൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഇടുക്കി ജില്ലയിലെ ജനാധിപത്യ കേരള കോൺഗ്രസുകാർ വയനാട് പുനരധിവാസം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്നതിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് ആ ജനതയോട് എല്ലാം നഷ്ടപ്പെട്ട്, ഭാര്യ നഷ്ടപ്പെട്ട്, മകൻ നഷ്ടപ്പെട്ട്, പിതാവ് നഷ്ടപ്പെട്ട്, അമ്മ നഷ്ടപ്പെട്ട് ഇപ്പോഴും കഴിയുന്ന പലരുമുണ്ട്. അവർക്ക് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള മാനസികാവസ്ഥയെങ്കിലും ഇല്ലാത്ത, കണ്ണിൽ ചോരയില്ലാത്തവരല്ല ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൽ ഇതുപോലെ ഇപ്പോഴും വെയിലത്ത് ഈ ജില്ലയുടെ തലസ്ഥാനമായ ചെറുതോണിയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ജില്ലാ പ്രസിഡന്റ് സിബി മൂലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. മറ്റ് നേതാക്കളായ അഡ്വക്കേറ്റ് മിഥുൻ സാഗർ, ജോസ് നായർകുളം, TS ഇസഹാക്ക്, ജോർജ് കണ്ണമ്പുഴ, ഷാജി വരവുകാല പറമ്പിൽ, PC തോമസ്, ജോസുകുട്ടി വാണിയപ്പുര, ഡൊമിനിക് മടുക്കക്കുഴി, സജിത പൊന്നപ്പൻ, മോളി ബേബി ഉൾപ്പെടെ നിരവധി നേതാക്കളും പ്രവർത്തകരും സമരപരിപാടിയിൽ പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.